എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻ കറിയാണ്. അതായത് മല്ലിപ്പൊടി ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണ്. അതിനുവേണ്ടി നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് കത്തിക്കാം. ശേഷം എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരണം. നല്ലവണ്ണം ഇത് ചൂടായി വന്നതിന് ശേഷം നമുക്കതിൽ തേങ്ങ ചേർത്ത് കൊടുക്കണം. നമുക്കതിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി 6 ഉള്ളിയാണ് ഇവിടെ അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കഷ്ണം 2 ചീര് വെളുത്തുള്ളിയും കൂടെ അതിനോടൊപ്പം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞളിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് ചൂടായി വന്നാൽ മാത്രം ഇത് നമുക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ഒരു ഉരുള പുളി, അതായത് വാളൻപുളി ഇട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഇതിനെ നല്ലവണ്ണം അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ കൂട്ട് റെഡിയാക്കി കൊണ്ടുവന്ന് ഒന്നുകൂടെ ഞാൻ പറയാം. നാളികേരം, ഉള്ളി, ഇഞ്ചി, മുളക് പൊടി, ഇത്രയുമാണ് ഇതിന് ചേരുവകൾ. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ചേരുവകളും കൂടെ ചേർക്കാം. അതപ്പോൾ ഞാൻ പറയാം. മൺചട്ടിയിൽ ഇട്ട് വെള്ളമൊഴിച്ച് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അരമുറി തേങ്ങയാണ് ഇത് നാം എടുത്തിട്ട് നല്ലവണ്ണം അരയ്ക്കണം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. പ്രേക്ഷകരെ, ഇത് മീൻ കറിയായിട്ടാണ് വെക്കുന്നത്, വറ്റിച്ചല്ല വെക്കുന്നത്. ഇനി നമുക്കതിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പച്ചമുളക്, അതായത് നാടൻ പച്ചമുളകാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്, അത് ചേർക്കാം. ഇനി ഇതിൻ്റെ ഈ കൂട്ടുകളെല്ലാം നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ മീനിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. അതായത് 500 ഗ്രാം കുഞ്ഞു ചൂര, 500 ഗ്രാമാണിത് നുറുക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ
മീനിൻ്റെ കൂട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കഷ്ണങ്ങളായി അതിൽ നമുക്ക് എടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി തിളച്ച് അറ്റാറായി വന്നിട്ടുണ്ട്. ഇത് കറിയായിട്ടാണ് വെക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ എല്ലാ ചേരുവകളും ഉണ്ടെന്ന് നോക്കാം. കുറച്ച് ഉപ്പും കൂടെ വേണം, നമുക്ക് ചേർക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഇനി നമുക്കത് കടുക് വറുത്ത് ചേർക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിനുശേഷം എണ്ണ ചൂടാകുമ്പോൾ കടുകിടാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഉള്ളി ഇടാം. കടുകും ഉള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മീൻ കറിയിൽ തന്നെ ഇത് തിളച്ച് കിടക്കുമ്പോൾ തന്നെ കോരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം കൂടെ ഇതിൽ കിടന്ന് എണ്ണ തെളിയണം. അവസാനം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അവസാനം ചേർത്താൽ മാത്രമേ ഇതിൻ്റെ രുചി നമുക്ക് യാഥാർത്ഥ്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി ചേർക്കാത്ത മീൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച കണ്ടു.